ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രേണു സുധി പുതിയ കണ്ടന്റുമായി വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യിക്കാൻ വേണ്ടി വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് കോമാളിത്തരങ്ങളും ഒരുപാട് മണ്ടത്തരങ്ങളും കുറെ നെഗറ്റീവ് ടോക്കും ഒക്കെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാട്ടോ. കേട്ടാൽ നിങ്ങൾ ഞെട്ടുകയും ചെയ്യും, ചിരിക്കുകയും ചെയ്യും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടന് കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പൊ ആദ്യം തന്നെ രേണു സുധിയുടെ ഒരു വോയിസ് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. കുണ്ടറയല്ലേ, കുണ്ടറ ഇവിടെ അല്ല, കൊല്ലം സിറ്റിയിലാണ്. എന്നാ ഞാനിപ്പോ വെളുപ്പിന് വന്നതേ ഉള്ളൂ. അപ്പം എങ്ങനെയാണെന്നറിയില്ല, പോകത്തില്ലായിരിക്കും. ഏട്ടത്തിയൊക്കെ എല്ലാരും ഉള്ളപ്പോ തന്നെ ചിലരാ പറഞ്ഞു എങ്ങനെ ഇനിയിപ്പോ കുഞ്ഞിനെയും കൂടെ കൊണ്ടുവരാൻ പോകണം. മോനില്ല തന്നെ ഈ ഒരു വേഷത്തിലൊക്കെ അല്ലേ, കുറെ ദൂരമുണ്ട്. നാളെ എനിക്ക് തൃശ്ശൂര് പോകണം രാവിലെ. അപ്പൊ അതിന്റെയൊക്കെ ക്ഷീണമായിട്ട് അച്ചൂടാ, മോനെ കൊണ്ടുവന്ന് മാത്രമേ അങ്ങോട്ട് പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ടാണ്, കൊല്ലത്തേക്കാണ് വരുന്നത് എന്ന് അറിഞ്ഞിട്ട് സ്വന്തം മോനെ കൂടി കൈപിടിച്ചൂടെ? അതെന്താണല്ലേ, മോനെ ഒന്ന് കൈപിടിക്കുന്നത് സെലിബ്രിറ്റികൾക്ക് നന്നല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും വേണമെങ്കിൽ. പിന്നെ ഇവര് കുണ്ട്രയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ കൊല്ലം ജില്ലയിൽ നിന്ന് കുണ്ട്രയിൽ നിന്നിട്ട് ഈ സുധിച്ചേട്ടന്റെ വീട്ടിലേക്ക് പോകുന്നില്ലേ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ പറയുന്നത് ഒരുപാട് ദൂരം ഉണ്ടെന്ന്. ഒരു 13, 14, 15 കിലോമീറ്ററേ അവർക്ക് ദൂരമുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു 15 കിലോമീറ്റർ ഒക്കെ ഒന്ന് യാത്ര ചെയ്യണമെങ്കിൽ എത്ര സമയം വേണ്ടി വരും? ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് മാക്സിമം വേണ്ടി വരും അല്ലേ? ഒരാൾ കാറിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ 30 മിനിറ്റ് മാക്സിമം വേണ്ടി വരും. 30 മിനിറ്റിലാണ് 4 മണിക്കൂർ വേണ്ടി വരും എന്ന് പറയുന്നത്. കൊല്ലം ജില്ല മുഴുവൻ ചുറ്റിക്കാണാനാണോ ആള് പോകുന്നത്? അറിയില്ല. കുണ്ട്രയിൽ നിന്ന് സുധിച്ചേട്ടന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അവിടെ വരെ എത്തിയിട്ട് സുധിച്ചേട്ടന്റെ അമ്മയെ പോലും കാണാൻ സാധിക്കത്തില്ല. കാരണം ആൾക്ക് അതിനുള്ള ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ അവിടെ ആരുണ്ട്? സുധിച്ചേട്ടന്റെ മോനുണ്ട്. അവരൊന്നും കാണേണ്ട ആവശ്യമില്ല. ഋതപ്പനുണ്ടല്ലോ, കൂടെ ഉണ്ടല്ലോ. ആ ഋതപ്പനെ പോലും കൊണ്ടുവരാതെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഡ്രസ്സിലാണോ? എന്താണ് ഈ ഡ്രസ്സിൽ പ്രോബ്ലം? രേണുസുതി പറയാണ്, ഈ ഡ്രസ്സിൽ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുകയില്ല. ആള് സാരിയാണ് ഉടുത്തിരിക്കുന്നത്. സാരിയിൽ പോകാൻ പറ്റുകയില്ല. ആള് എന്താണ്, മറ്റേ ബിക്കിനി കൊണ്ടുവന്നിട്ടില്ല, അല്ലെങ്കിൽ ട്രൗസർ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പൊ പുതിയൊരു പേരാണല്ലോ ട്രൗസർ വിധവ എന്നൊക്കെ പേര് ആരൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇടാൻ പാടില്ല. പക്ഷെ ആള് ട്രൗസർ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ടാണ് ആള് സുധിച്ചേട്ടന്റെ വീട്ടിൽ പോകാനെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കി നോക്ക്, ബെൽറ്റ് മാറ്റിയ സംഭവം, ബെൽറ്റ് മാറ്റി മാറ് കാണിച്ചൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അത് ചോദിക്കുന്നുണ്ട്. എങ്ങനെ കുറെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നിരുന്നല്ലോ. എന്താണ് നിങ്ങളുടെ മറുപടി എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആളുടെ മറുപടി നമുക്കൊന്ന് കേൾക്കാം. കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തെന്നാ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീൽ ഇടുന്നത് എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിപ്പോ കേരളത്തിലുള്ള ഇവർക്ക് ചർച്ച ചെയ്യേണ്ട കാര്യം എന്താണ്? എന്റെ സ്വാതന്ത്ര്യമാണ്. എന്റെ ഇൻസ്റ്റാ പേജ്, എന്റെ ഫോണ്, എന്റെ റീല്, എന്റെ ക്യാമറ, സീറ്റ് ബെൽറ്റ് തലേ കൂടെ കെട്ടിയിടാൻ പറ്റുമോ സീറ്റ് ബെൽറ്റ്? പിന്നെ എന്തിനാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്? അതിന് ആവശ്യമില്ല. അവർക്ക് കണ്ടന്റിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം? എന്നെ കൊണ്ടെന്നാൽ അരി മേടിക്കണം. ഞാൻ രേണുസുതിയോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇവരൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നൊരു അരി മേടിക്കട്ടെ എന്ന്, രേണുവിന്റെ വീഡിയോ ഇട്ടിട്ട് അരി മേടിക്കട്ടെ എന്ന്. ഈ രേണു അരി മേടിക്കാൻ തുടങ്ങിയത് എന്നാണ്? ഈ റിയാക്ഷൻ വീഡിയോക്കാരിട്ട് രേണുവിന് അമ്മാനം അടിയപ്പോഴാണ് രേണു ശരിക്കും അരി മേടിക്കാൻ തുടങ്ങിയത്. അതുവരെ എരന്നല്ലേ രേണു ജീവിച്ചിരുന്നത്? ഒരു വീട് വെക്കാൻ വേണ്ടി ആയിരുന്നു, ഒരു മതിൽ കെട്ടാൻ വേണ്ടി ആയിരുന്നു, എന്തിനു പറയുന്നു, പാത്രങ്ങൾ വരെ വീട്ടിൽ മേടിക്കാൻ ആയിരുന്നു. ആ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ ബാഗ് പോലും മേടിച്ചെടുക്കാൻ കാശില്ലാതെ രേണു ആയിരുന്നു. ഇനി പോട്ടെ, ഇതിനൊക്കെ മുന്നേ രേണുവിന് ഒരു ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. ഹസ്ബൻഡും മക്കളും കൂടി ഒരുമിച്ച് ജീവിച്ചിരുന്നു. ആ സമയത്തും രേണു ഹസ്ബൻഡും കൂടി ഇരക്കുന്നത് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. കുറെ വോയിസുകൾ. ഇരക്കുന്നത് മാത്രമല്ല, അവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇരന്ന് കാശ് തരാതെ ഇപ്പൊ ഭീഷണിപ്പെടുത്തുന്നു. എന്തുകൊണ്ട് രേണുവിന് ജോലിക്ക് പോയിക്കൂടാ? ഏഹ് എന്നിട്ട് ഇപ്പോ യൂട്യൂബേഴ്സ് എല്ലാവരും കൂടി പൊക്കി പിടിച്ച് രേണുവിനെ അരി മേടിക്കാൻ പാകത്തിനാക്കിയപ്പോൾ യൂട്യൂബേഴ്സിന് കുറ്റായി അല്ലേ? ഇപ്പോഴും രേണുസുധി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇട്ട് തരുന്ന ഈ അരികളുണ്ടല്ലോ, ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെയാണ് വീണ്ടും 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 രേണുവിന് പ്രോഗ്രാം കിട്ടാൻ വേണ്ടി സഹായിക്കുന്നത്. അല്ലാതെ രേണുവിന് ആരാണ് ശരിക്കും നല്ലൊരു ക്യാരക്ടേഴ്സ് കൊടുത്തിരിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പറഞ്ഞേ. ഒരു നല്ലൊരു ക്യാരക്ടർ രേണുവിനെ എവിടെ കിട്ടിയിരിക്കുന്നത്? വെറുതെ കുറെ കോമാളിത്തരങ്ങൾ, കുറെ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്ത്, സ്വന്തം ശരീരം എക്സ്പോസ് ചെയ്ത്, പൊക്കിൾ കാണിച്ച്, തോട്ട കാണിച്ച്, മുല കാണിച്ച് മാത്രമേ രേണുവിന് ഓരോ റോള് കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും കോമാളിത്തരം, അവിടെ പിടിച്ച് നീക്കി, ഇവിടെ പിടിച്ച് നീക്കി, അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി, ഇങ്ങനെയുള്ള ഒരു കോമാളിത്തരങ്ങൾ. ഇതല്ലാതെ നല്ലൊരു റോള് രേണുവിന് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇതൊക്കെ കാണാൻ ആൾക്കാരുണ്ട്. കാരണം നീ ചെയ്യുന്ന, അല്ലെങ്കിൽ രേണു ചെയ്യുന്ന ഈ കോമാളിത്തരങ്ങൾ കണ്ട് രസിക്കാൻ ആൾക്കാരുണ്ട്. ഇത് ചിരിക്കാൻ ആൾക്കാർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ വ്യൂസ് കൂടി വരുന്നത്. അപ്പൊ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഈ രേണു. അതിന് കുബുദ്ധിപരമായിട്ട്, ബുദ്ധി എന്ന് പറയില്ല, കുബുദ്ധിപരമായിട്ട് രേണു ഓരോ ക്വസ്റ്റ്യൻസിനും മറുപടി പറയും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് തട്ടി മറിച്ചോണ്ട് പറയും. എന്ന് വെച്ചാൽ നാളെ വീണ്ടും രേണു തരംഗമായി തീരണം.
രേണു ആ ബ്രസ്റ്റ് കാണിച്ച ആ വീഡിയോ ഉണ്ടല്ലോ, ആ എന്താ പറയാ, ആ സീറ്റ് ബെൽറ്റ് മാറ്റി ബ്രസ്റ്റ് കാണിച്ച വീഡിയോ, അതിന്റെ കമന്റ് ബോക്സ് എന്തിനാണ് ഓഫ് ചെയ്തത്? എന്റെ ശരീരം, എന്റെ ഡ്രസ്സ്, എന്റെ കാറ്, എന്റെ സീറ്റ് ബെൽറ്റ്, എന്റെ ഇൻസ്റ്റാഗ്രാം, എന്റെ മൊബൈൽ ഫോൺ എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ ഇതൊക്കെ ആണെങ്കിൽ എന്തിന് കമന്റ് ബോക്സ് ഓഫ് ചെയ്തു? അപ്പൊ നെഗറ്റീവ് ഒരുപാട് വരുന്ന ഉറപ്പിച്ചിട്ട് തന്നെയാണ്, അല്ലേ? ഇനി ആള് പറയുന്നുണ്ട് പിടിച്ചു പറിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാട്ടോ. ഭയങ്കര തിരക്കായില്ല, തിരക്കിലോട്ട് പോകല്ലേ? പെൺകുട്ടിയാണ് എന്റെ ഇവൾക്കൊക്കെ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ തന്നെ കുറ്റം പറയുന്നത്. നിനക്കൊന്നും നാണോ ഇല്ലേ? ഇടിയും തന്നെ അതെ, രേണു ആരെയൊന്നും പിടിച്ചു പറിച്ചിട്ടില്ല. എന്തൊരു നുണയാണ് ഈ സ്ത്രീ പറയുന്നത്. രേണുവിന്റെ ഒരുപാട് വോയിസ്, പിടിച്ചു പറിക്കുന്ന വോയിസ് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സുധി എന്ന് പറയുന്ന മരിച്ചുപോയ ആളുടെ വോയിസ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഉറങ്ങാൻ പറ്റുന്നില്ല പോലും. ഡെയിലി പ്രോഗ്രാമാണ്, ഓരോ കോമാളി പ്രോഗ്രാമുകൾ ഏറ്റെടുത്തിട്ട് അതിങ്ങനെ എന്താ പറയാ. ഇപ്പൊ സരിക കെ ആ ഇന്റർവ്യൂവർ പറഞ്ഞില്ലേ, അനുമോളെക്കാളും തിരക്കാണ് രേണു സുധിക്ക്, അത്രയും അധികം പ്രൊജക്ട്സ് ആണ് രേണു സുധിക്ക്. അനുമോള് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള പ്രോഗ്രാമും അതുപോലെ കോമാളിത്തരം കാണിക്കാൻ അനുമോള് പോകുന്നില്ല, കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളായതുകൊണ്ട്. ഇത് രേണുസുതി എല്ലാ പ്രോഗ്രാമിലും കോമാളിത്തരം കാണിക്കുക, അവിടെ ചെന്ന് 2 ഡാൻസ് കളിക്കുക, പൊക്കിള് കാണിക്കുക, തൊണ്ട കാണിക്കുക, മോല കാണിക്കുക. ഇതൊന്നും അനുമോളെ കിട്ടത്തില്ല. അതുകൊണ്ടായിരിക്കാൻ വേണമെങ്കിൽ, അല്ലാതെ പിന്നെ എക്സ്പോസ് ചെയ്യുക, ഇതൊക്കെ അല്ലാതെ രേണുസുതി പിന്നെ എന്താണ് അവിടെ കാണിക്കുന്നത്? അതെ, ലൈഫ് സെറ്റിൽ ആകുന്നവരെ സുധിയുടെ പേര് പറഞ്ഞു നടക്കും. ഇപ്പൊ സുധിയേട്ടന്റെ ഭാര്യ ആയതുകൊണ്ടാണെന്ന് പറയുന്നു. സുധി ഇത് കഴിഞ്ഞാൽ ആ എന്താ പറയുന്ന, അവർക്ക് ഇൻഷുറൻസ് തുക കിട്ടാനുണ്ടല്ലോ, അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ സുധിയുടെ പേര് മാറ്റും. ഇപ്പൊ ഒരു മുസ്ലിമിനെയാണല്ലോ പേര് പൊക്കി പിടിച്ച് നടക്കുന്നത്, പിന്നെ അതായിരിക്കും പിന്നെ പേരുണ്ടാവുക. പിന്നെ പെൺകുട്ടികളാണ് ഏറ്റവും അധികം കുറ്റം പറയുന്നതെന്ന്. പെൺകുട്ടികൾ ഇത് കാണുമ്പോൾ പെൺകുട്ടികൾക്ക് സഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് കുറ്റം പറയുന്നത്. ആണുങ്ങൾക്ക് എന്തുകൊണ്ട് കുറ്റം പറയുന്നവരുണ്ട്, നല്ല തറവാട്ടി പറഞ്ഞവർ മുഴുവൻ ഇമാതിരി കാണിക്കുമ്പോൾ കുറ്റം പറയുന്നുണ്ട്. പിന്നെ കുറെ പേര് ഒരു 90% കുറ്റം പറയുന്നത്, 10% നല്ലത് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, പലതരം ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് അവരൊന്നും കുറ്റം പറയാത്തത്. അപ്പൊ അവരൊക്കെ കുറ്റം പറയാത്തത് രേണുസുധിന്റെ മഹാത്മ്യം കൊണ്ട് അത് പറയരുത്. ഇതൊക്കെ കണ്ട് രസിക്കാനും ഈ കോമാളിത്തരം കണ്ട് കളിയാക്കാനുമാണ് അവരതൊക്കെ കാണുന്നത്. എന്നിട്ട് ഈ പെൺകുട്ടികൾക്ക് നാണമില്ലേ എന്ന്, നിങ്ങൾക്ക് കാണിക്കുന്ന നിങ്ങൾക്ക് നാണമില്ലെങ്കിൽ പറയുന്ന പെൺകുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും ആർക്കും നാണം ഉണ്ടാവില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക്